ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 4ാമത്തെ പാഠം അല്ലേ, അതായത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8 മാർക്കിന് എസ്എ ലെവൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയിട്ട് 1962 സംഘർഷത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. 8 മാർക്കിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 6 മാർക്കിന് ചോദിക്കും, മാക്സിമം 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചോദ്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സെറ്റാക്കാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചൈനയുമായുള്ള സമാധാനവും സംഘർഷവും അല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യ കാലങ്ങളിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണമാണ് 1954 ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനയുടെ ലീഡർ ആരാണ്? ചൗ എൻ ലൈൻ തമ്മിലാണ് അല്ലേ. അപ്പോൾ നെഹ്റുവും ചൗ എൻ ലൈൻ തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യകാലത്ത് വളരെ നല്ലൊരു സൗഹൃദ ബന്ധത്തിലായിരുന്നു എന്നുള്ളത്. പിന്നെ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു തടസ്സം വരുന്നതെന്ന് പറയുമ്പോൾ 1962 മുതലാണ്. ഓക്കെ, 1962 മുതലാണ് ഇവർ തമ്മിൽ കുറച്ച് യുദ്ധങ്ങളും ശത്രുതയും ഒക്കെ ആയി തുടങ്ങുന്നത്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ കാരണങ്ങൾ കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ, വേറൊന്നുമില്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1950 നമ്മുടെ ചൈന ടിബറ്റ് എന്ന് പറയുന്ന അതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കൈക്കലാക്കുന്നുണ്ട്. ഓക്കെ, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1950 ചൈന ടിബറ്റിനെ എന്ത് ചെയ്തു? പിടിച്ചെടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അന്നേരം ഇത് ഇന്ത്യ അറിഞ്ഞിട്ടും ഇന്ത്യ പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല, ഒരു അഭിപ്രായം പറയാനും പോയില്ല. പക്ഷേ പിന്നീട് ഇന്ത്യ കേട്ടു. എന്താ കേട്ടെ? നമ്മുടെ ചൈനക്കാർ ടിബറ്റൻ സംസ്കാരത്തെ ടിബറ്റിൽ അടിച്ചമർത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആര് കേൾക്കുകയാണ്? ഇന്ത്യ കേൾക്കുകയാണ്. എന്ന് പറയുമ്പോൾ ടിബറ്റൻ സംസ്കാരത്തെ മൊത്തം തച്ചുടച്ചുകൊണ്ട് ചൈനയുടെ സംസ്കാരം അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചൈനക്കാർ ശ്രമിക്കുകയാണ്. എവിടെ? ടിബറ്റിൽ. ഓക്കെ, ഈ ഒരു കാര്യം ഇന്ത്യ അറിഞ്ഞപ്പോൾ ഇന്ത്യക്ക് ആകെപ്പാടെ ഒരു വല്ലായ്മ തോന്നിയിട്ട്, ഞാൻ വെറുതെ ഇത് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും എന്ത് ചെയ്തു? ചൈനയോട് സ്വാഭാവികമായിട്ടൊരു ശത്രുത തോന്നി. കാരണം അത് ശരിയല്ലല്ലോ, ടിബറ്റിനെ പിടിച്ചെടുത്തു, പോരാത്തിന് അവിടെയുള്ള സംസ്കാരത്തെയും തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്യണം? അത് അത് കുറച്ചൊരു ഇതായിട്ട് ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ് അവിടെ മാറുന്നുണ്ട്. ഓക്കെ, പിന്നീട് 1959 ആയപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ടിബറ്റിലെ ആത്മീയ നേതാവാണ് ദലൈലാമ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ, ദലൈലാമ. അപ്പോൾ ദലൈലാമയ്ക്ക് നമ്മുടെ ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ അഭയം കൊടുക്കുകയാണ്. ഓക്കെ, ഈ രാഷ്ട്രീയ അഭയം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേംസുകളായിരിക്കും, വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ടിബറ്റിൽ അവിടുത്തെ സംസ്കാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ടിബറ്റിലുള്ള ആത്മീയ നേതാവാണ് ദലൈലാമ. അപ്പോൾ ദലൈലാമയ്ക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ടിബറ്റിനകത്ത്. ഓക്കെ, കാരണം തൻ്റേതായിട്ടുള്ള തത്വങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് ടിബറ്റിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും രാജ്യത്ത് അഭയം തേടേണ്ടതുണ്ട്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? അങ്ങനെ ഇന്ത്യയിലോട്ട് ദലൈലാമയും ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ഇന്ത്യ അവരെ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് ഇന്ത്യയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ രാഷ്ട്രീയ അഭയം കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ദലൈലാമയെ നമ്മൾ എന്ത് ചെയ്തു? ദലൈലാമയ്ക്ക് നമ്മൾ രാഷ്ട്രീയ അഭയം കൊടുത്തു, ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ആർക്ക് ദേഷ്യം വന്നു? സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ദേഷ്യം വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്, ഇന്ത്യൻ ചൈന യുദ്ധം വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ദലൈലാമയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1950 ചൈന ടിബറ്റിനെ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ടിബറ്റൻ ടിബറ്റൻ സംസ്കാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നു. അത് കേട്ടപ്പോൾ ഇന്ത്യക്ക് ശത്രുത തോന്നുന്നുണ്ട്. അതുമാത്രമല്ല 1959 എന്ത് ചെയ്യുന്നുണ്ട്? ദലൈലാമ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യ എവിടെ ദലൈലാമയ്ക്ക് എന്ത് ചെയ്യുന്നതാണ്? രാഷ്ട്രീയാഭയം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവ് കൂടിയാണ് ദലൈലാമ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാരണമാണ് എന്ത് ചെയ്തത്? ചൈനയ്ക്ക് നമ്മുടെ ഇന്ത്യയോട് നല്ല രീതിയിലുള്ള ശത്രുത തോന്നി തുടങ്ങിയ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഇന്ത്യയുടെയും ചൈനയിലെയും ഒരു ബോർഡർ ഡിസ്പ്യൂട്ട് അവിടെ വരികയാണ്. എന്ന് പറയുമ്പോൾ അതിർത്തി തർക്കം ഇന്ത്യയും ചൈനയ്ക്കും ഇടയിൽ വരികയാണ്. അതിർത്തി തർക്കം വരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് മക്മോഹൻ ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. മക്മോഹൻ രേഖ എന്ന് പറയുന്നതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു അതിർത്തിയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് അതിർത്തി തർക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജമ്മു കാശ്മീരിലെ
ലഡാക്കിൽ വരുന്ന അക്സായ് ചിൻ ഏരിയ, ഓക്കെ, അക്സായ് ചിൻ പ്രദേശം ചൈന പറഞ്ഞു അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യക്കകത്തെ ജമ്മു ആൻഡ് കാശ്മീരിനകത്തുള്ള ലഡാക്ക്, ഓക്കെ, ലഡാക്കിനകത്ത് വരുന്ന ഒരു പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്, അക്സായി ചിൻ പ്രദേശം എന്ന് പറയുന്നത്, അല്ലേ? അക്സായി ചിൻ പ്രദേശം ആരുടേതാണെന്ന് പറഞ്ഞു? ചൈനയുടേതാണെന്ന് ചൈന അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ചൈന പറഞ്ഞു ആ അക്സായ് ചിൻ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്കാണ് അത് അവകാശമുള്ളത്, ഞങ്ങളുടെ അതിർത്തിയാണ് ഈ അക്സായ് ചിൻ ഏരിയ എന്ന് പറയുന്നത്, അല്ലാതെ ഇന്ത്യക്കാരെ നിങ്ങൾക്കുള്ളതല്ല എന്നാര് പറയാണ്? ചൈന പറയാണ്. ഓക്കെ, അത് മാത്രമല്ല, അക്സായ് ചിൻ പ്രദേശം മാത്രമല്ല, അരുണാചൽ പ്രദേശും അവരുടേതാണെന്ന് ആരഭിപ്രായപ്പെട്ടു? ചൈന അഭിപ്രായപ്പെട്ടു കേട്ടോ. അരുണാചൽ പ്രദേശും ആരുടേതാണ്? നമ്മുടെ അതെ, ചൈനക്കാരുടേതാണെന്ന് അഭിപ്രായപ്പെട്ടു. അവിടെ ഒരു NEFA നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി. അത് അരുണാചൽ പ്രദേശിനകത്തുള്ള നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ പ്രദേശമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടത് കേട്ടോ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചൈന അക്സായ് ചിൻ ഏരിയ, ഇന്ത്യയിലുള്ള അക്സായ് ചിൻ ഏരിയയും അരുണാചൽ പ്രദേശും അവരുടേതാണെന്ന് അവകാശപ്പെടുകയുണ്ടായി എന്ന് മാത്രം എഴുതിയാൽ മതി, സിമ്പിളായിട്ട്. ഓക്കെ, ഈ ഒരു കാര്യം അവർ ചെയ്തു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രണ്ട് പ്രദേശങ്ങളും ചൈന അവരുടേതാണെന്ന് അവകാശപ്പെടുക മാത്രമല്ല ചെയ്തത്, 1957-നും 1959-നും ഇടയിൽ എന്ത് ചെയ്യാണ്? ചൈന നമ്മുടെ അക്സായ് ചിൻ പ്രദേശത്തെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അക്സായ് ചിൻ പ്രദേശത്തെ പിടിച്ചെടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പം അക്സായ് ചിൻ ഏരിയയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശമാണ് ചൈന അവരുടേതാണെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൽ അക്സായ് ചിൻ ഏരിയ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാർക്കത് എന്താ പറയുക, നമുക്കത് പറ്റുന്ന കാര്യമാണ് അവിടെ നമ്മുടെ ഒരു പ്രദേശം മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് അല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? ദലൈലാമയുടെ പ്രശ്നം നമ്മൾ ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാരണമായിട്ട് പറയേണ്ടത് അതിർത്തി തർക്കമാണ്, അല്ലേ? നമ്മുടെ ചൈന അക്സായ് ചിൻ ഏരിയയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശം അവരുടേതാണെന്ന് അവകാശപ്പെടുകയും അക്സായ് ചിൻ ഏരിയ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിൻ്റെ ബേസ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ കറക്റ്റായിട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1962 ഒക്ടോബർ മാസത്തിൽ നമ്മുടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം കൃത്യമായിട്ടൊരു യുദ്ധം എന്നുള്ള ലെവലിലോട്ട് വളരുകയുണ്ടായി. മനസ്സിലായോ? ഒക്ടോബർ മാസമാണ് 1962 ഈ ഒരു കാര്യം നടക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല, ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവരെ തമ്മിൽ അറ്റാക്ക് വരുന്നുണ്ട്. ആദ്യത്തെ ഒരാഴ്ചക്കകം തന്നെ ചൈന എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിനി ഇന്ത്യയിൽ അവർ അവകാശപ്പെട്ടത് വെച്ചിട്ട് അരുണാചൽ പ്രദേശ് മാത്രമേ അവർക്കിനി പിടിച്ചെടുക്കാനുള്ളൂ. അക്സായ് ചിൻ ഓൾറെഡി പിടിച്ചെടുത്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഒരാഴ്ചക്കകം തന്നെ അരുണാചൽ പ്രദേശിലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഭാഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പല പ്രദേശങ്ങളും ചൈന അവരുടെ കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് അത് മാത്രമല്ല, അങ്ങനെ ഒക്ടോബറിലാണ് ആദ്യമായിട്ടൊരു ഫസ്റ്റ് അറ്റാക്ക് ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്നത്. പിന്നെ നവംബറിലാണ് ചൈന അതിൻ്റെ രണ്ടാമത്തെ അറ്റാക്ക് തുടങ്ങുന്നത്. നവംബർ മാസത്തിലാണ്. ഓർക്കുക, 1962 ഒക്ടോബറിൽ ഫസ്റ്റ് അറ്റാക്ക് നടന്നു. നവംബറിൽ അടുത്ത് സെക്കൻഡ് അറ്റാക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം എന്ന് അവസാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 21 ഇത് അവസാനിക്കുന്നത് കേട്ടോ. നവംബർ 21 യുദ്ധമൊക്കെ ഒന്ന് അവസാനിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ചൈന യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രത്യാഘാതങ്ങളും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ചും അനുഭവിക്കുകയുണ്ടായി കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പല സ്ഥാനമാനങ്ങളിൽ അലങ്കരിച്ചിരുന്ന പലരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ രാജിവെച്ച് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു സംഘർഷത്തിന് ശേഷമാണ്. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ VK കൃഷ്ണമേനോൻ എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു ആര്? ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ആര്? VK കൃഷ്ണമേനോൻ എന്ന് പറയുന്ന അദ്ദേഹം പുറത്തു പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് നിങ്ങളിതിൽ പറയേണ്ട ഒരു ഒരു പ്രത്യാഘാതമാണ് നമ്മുടെ നെഹ്റുവിൻ്റെ ഇമേജിന് ഇത് വല്ലാതെ ബാധിക്കുകയുണ്ടായി. ഓക്കെ, കാരണം നമുക്കറിയാം ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പാഠം മുതലേ പഠിക്കുന്നതാണ്. വളരെ ആദ്യത്തെ 3 ഇലക്ഷനിലും കോൺഗ്രസ് പാർട്ടിയാണ് വിജയിക്കുന്നതും. നെഹ്റു അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്, അല്ലേ? ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ്. അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നെഹ്റു. പക്ഷേ ആദ്യമായിട്ടാണ് ഈ ഒരു
സംഘർഷത്തിലൂടെ നെഹ്റുവിൻ്റെ ഇമേജിനെ ബാധിക്കുന്നത്. അതായത് നെഹ്റുവിന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉടലെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നെഹ്റു എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചൈനയിൽ നിന്ന് ഒരിക്കലും ഒരു അറ്റാക്ക് ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തികളിലൊക്കെ ഉണ്ടല്ലോ, സാധാരണ ഈ അതിർത്തികളിലൊക്കെ എങ്ങനെയാണ്, പട്ടാളക്കാരെയൊക്കെ വെച്ച് നല്ല അതീവ സുരക്ഷയോടുകൂടിയല്ലേ ഒരു അതിർത്തിയെല്ലാം പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ അങ്ങനെ തീവ്രമായിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പട്ടാളങ്ങളെ എന്താ പറയുക ഓർഗനൈസ് ചെയ്യിക്കലോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? കാരണം ഇത് വളരെയധികം എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇന്ത്യയും ചൈനയായിട്ടുള്ള ഒരു യുദ്ധം. ഒരു ഫസ്റ്റ് 1962 യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഹ്റു ദീർഘവീക്ഷണത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടില്ല എന്നുള്ള ലെവലിലൊക്കെ നെഹ്റുവിന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, നെഹ്റുവിൻ്റെ ഒരു എന്താ പറയുക ഗവൺമെൻറ്റിൽ നെഹ്റു ഭരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഒരു അവിശ്വാസ പ്രമേയം ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് നെഹ്റുവിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം എന്ത് ചെയ്യുന്നത് സമർപ്പിക്കപ്പെടുന്നത്. എന്താണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരുന്നു, ഒരു ഗവൺമെൻറ് അത് മുന്നോട്ട് പോകാൻ പ്രാപ്തമല്ല എന്ന് കണ്ടാലാണ് എന്ത് ചെയ്യുന്നത്, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ. അപ്പോൾ അങ്ങനെ അവിശ്വാസ പ്രമേയം അഥവാ നോൺ കോൺഫിഡൻസ് മോഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്, ആ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാനുള്ള ഒരു ത്രാണിയില്ല എന്ന് കാണുമ്പോഴാണ് അത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂട്ടിലാവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നെഹ്റുവിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഈ യുദ്ധത്തോടു കൂടിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി അത് മാത്രമല്ലാതെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് ഒപ്പോസിഷൻ പാർട്ടീസിനൊക്കെ ഈ പറയുന്ന പോലെ ഇന്ത്യ ചൈന തമ്മിലുള്ള ഈ ഒരു സംഘർഷം വളരെയധികം പ്രതികൂലമായിട്ടൊക്കെ ബാധിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധത്തോടു കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഈ യുദ്ധത്തിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്നും CPII എന്നും CPIM എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിട്ടൊക്കെ സ്പ്ലിറ്റ് ആവുന്നത് ഈ ഒരു സമയത്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തെ പറ്റിയാണ് പറഞ്ഞത്. സംഘർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യകാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എഴുതുക. ഓക്കെ, ആ പഞ്ചശീല തത്വങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിനുശേഷം വേണം 1962 ഈ ഒരു സംഘർഷത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ യുദ്ധം തന്നെയായിരുന്നു. പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ദലൈലാമയുടെ പ്രശ്നം, അല്ലേ? എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, 1950 ചൈന ടിബറ്റിനെ ആക്രമിച്ച് ടിബറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അവിടുത്തെ ടിബറ്റൻ സംസ്കാരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ദലൈലാമയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ദലൈലാമയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടിബറ്റൻ ആത്മീയ നേതാവാണ് ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുന്നുണ്ട്. അതോടുകൂടിയാണ് ചൈനയ്ക്ക് ഭയങ്കര ശത്രുതയായത്. അതൊരു കാരണം, ഒരു സൈഡ് അവിടെ പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ചൈന നമ്മുടെ ഇന്ത്യയുടെ 2 പ്രദേശങ്ങൾ, അല്ലേ, അക്സായ് ചിൻ ഏരിയയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശും അവരുടേതാണെന്ന് അവകാശപ്പെടുകയും അക്സായ് ചിൻ ഏരിയ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് യുദ്ധം വരുന്നത്. ആ യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അരുണാചൽ പ്രദേശിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചൈന പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം യുദ്ധം അവസാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ കാര്യം, VK കൃഷ്ണമേനോൻ്റെ കാര്യം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് രണ്ടായിട്ട് വേർപിരിഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ പറഞ്ഞു നിർത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു പോയിന്റ് കൂടി എക്സ്ട്രാ ആയിട്ട് പറയാണ്, അത് നമുക്ക് essayക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ദലൈലാമ ഏത് സ്ഥലത്താണ് പാർപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന് പറയുന്ന പ്ലേസിലായിരുന്നു കേട്ടോ. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ഒരു എസ്സേ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം എന്തായാലും ബേസ് ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. നമ്മുടെ 1962 വാർ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ചൈന ആ ഒരു സൗഹൃദ ബന്ധത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് എഴുതാം. പഞ്ചശീല തത്വങ്ങളെ പറ്റി എഴുതാം. അതൊക്കെ നമുക്ക് എഴുതാം. അതൊരു 1-2 പാരഗ്രാഫ് എഴുതിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ 1962 യുദ്ധം എന്ന് പറയുന്ന സ്പെഷ്യലായിട്ട് ഹെഡിങ് കൊടുക്കുക. അതിന് 2 കാരണങ്ങളുണ്ടെന്ന് പറയാം. കാരണങ്ങൾ എഴുതുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞ് നമ്മൾ ദലൈലാമ കാര്യം
കാര്യം ദലൈലാമ ഇഷ്യൂ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മളൊരു പാരഗ്രാഫിൽ എഴുതുന്നു. ഓക്കെ, 1-2 പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു സബ് ഹെഡിങ് കൊടുക്കുന്നു, അതിർത്തി തർക്കം എഴുതുന്നു, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ വിവരണം നമ്മളിവിടെ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ, ടീച്ചേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ പേപ്പർ നോക്കുന്ന ടൈമിൽ അവർ ഇത് കാണും. കാരണം ഈ 2 കാരണങ്ങളാണ് പ്രധാനപ്പെട്ട കണ്ടൻറ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ കുട്ടി പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ പെട്ടെന്ന് ആ ഒരു മെയിൻ കണ്ടൻറ്റ് അവർക്ക് മനസ്സിലാക്കാനും പ്രയാസമില്ലാണ്ട് മനസ്സിലാക്കാനും പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് അതെല്ലാം ഓരോ പാരഗ്രാഫിലായി എഴുതി നിർത്തുക. പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒറ്റ ലെവലിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് വളരെ അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാരഗ്രാഫുകൾ തിരിച്ച് തന്നെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞ് സ്പെഷ്യലി ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ട് വേണം നെഹ്റുവിൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.